വാക്കും പ്രവൃത്തിയും തമ്മിൽ പുലബന്ധം പോലും ആവശ്യമില്ലെന്നത് വലത് പ്രത്യയശാസ്ത്രം കൂടിയാണ്. കാര്യസാധ്യത്തിന് അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുമെന്ന് പറയുന്ന നാടൻ പ്രയോഗം അന്വർത്ഥമാക്കുന്ന രാഷ്ട്രീയം. മുനമ്പം വഖഫ് ഭൂമി തർക്കം, SUCI സമരം എന്നിവയിലെല്ലാം ഈ വലത് രാഷ്ട്രീയം കാണാം. ഇക്കാര്യത്തിൽ കോൺഗ്രസും BJPയും ഇരട്ടപെറ്റ അളിയന്മാരാണ്. അതിൽ മൂത്ത അളിയൻ ഏതായാലും BJP ആണെന്ന് മുനമ്പം വിഷയത്തിലും തെളിയിച്ചിരിക്കുന്നു. വിവാദമായ വഖഫ് ബിൽ നിയമമാക്കുന്ന ഘട്ടത്തിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും കേന്ദ്രത്തിലെയും കേരളത്തിലെയും സകലമാന BJPക്കാരും മാതൃകയായി ഉയർത്തിക്കാട്ടിയത് മുനമ്പമായിരുന്നു. മുനമ്പം പ്രശ്നത്തിന് ശാശ്വത പരിഹാരമെന്നായിരുന്നു അവകാശവാദം. കേട്ട വാദി കേൾക്കാത്ത വാദി, കാസ എന്ന വർഗീയവാദികളും ക്രിസംഗികളും ആഹ്ലാദ നൃത്തം ചവിട്ടി. പാവപ്പെട്ട മുനമ്പൻ നിവാസികളിൽ ഒരു വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ച് കൊട്ടും കുറവയുമായി BJP പാളയത്തിലെത്തിച്ചു. രാജ്യം മുഴുവൻ സംഘികളത് ആഘോഷമാക്കി. ഈ നിയമം കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്ന് ഇടതുപക്ഷവും സംസ്ഥാന സർക്കാരും ചൂണ്ടിക്കാട്ടിയത് മുനമ്പം നിവാസികളും മുഖവിലേക്കെടുത്തില്ല. ഒടുവിൽ സാക്ഷാൽ കിരൺ റിജിജു തന്നെ സമ്മതിച്ചിരിക്കുന്നു, ഈ നിയമം കൊണ്ട് മുനമ്പം വിഷയം പരിഹരിക്കാനാകില്ലെന്ന്. ഇനി ഇരട്ടപെറ്റ അനുജൻ അളിയൻ കോൺഗ്രസിന്റെ കാര്യം. മുനമ്പം വഖഫ് ഭൂമി എന്ന ലീഗ് നിലപാടിനൊപ്പം നിന്നു. മറുവശത്ത് മുനമ്പൻ നിവാസികളെ ഇളക്കിവിടാനും നോക്കി. അതേസമയം ഇടതുപക്ഷവും സംസ്ഥാന സർക്കാരുമോ വസ്തുതകളെ വസ്തുതകളായി കണ്ട് പരിഹാരത്തിന് മുൻകൈയെടുക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, മുനമ്പം വിഷയം സങ്കീർണമാണ്, എന്നാൽ ഒറ്റ കുടുംബത്തെയും അവിടെ നിന്ന് കുടിയിറക്കില്ല, പ്രശ്നത്തിന് ശാശ്വത പരിഹാരങ്ങൾ. അതിനായി ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു, തുടർ നടപടികളിലാണ്. അതിനൊപ്പം കോൺഗ്രസ് നിൽക്കുന്നില്ല. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കുകയാണെങ്കിലും മീനൊക്കെ അളിയൻ ചേട്ടൻ കൊത്തിക്കൊണ്ടു പോകുന്നുമുണ്ട്. ഒടുവിൽ മുനമ്പൻ നിവാസികൾക്ക് കാര്യം ബോധ്യമായി. അവർ പറയാൻ തുടങ്ങി, സംസ്ഥാന സർക്കാരിലാണ് പ്രതീക്ഷയെന്ന്. സമാനമാണ് ആശാ വളണ്ടിയർമാർക്ക് എന്ന പേരിൽ SUCI നടത്തുന്ന സമരം. ആരാണോ പ്രശ്നം പരിഹരിക്കേണ്ടത് അവർ സമരത്തിന് മുന്നിൽ നിന്ന് കിന്നാരം പറയുന്നു. അവർക്ക് ഹല്ലേലൂയ പാടുന്ന സമരക്കാർ. കേന്ദ്രത്തിന് വാക്കിലും നോട്ടത്തിലും പോലും വിമർശിക്കാത്ത സമര നേതാക്കൾ. ബംഗാൾ SUCIയുടെ പ്രേതബാധയേറ്റവർ. സേവ് എഡ്യൂക്കേഷൻ ഫോറം എന്ന തട്ടിക്കൂട്ട് സാധനത്തിന്റെ ചൂടപ്പിച്ച് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഓശാന പാടിയവർ. ഇവരെല്ലാമാണ് ആശമാർക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്നത്. കേന്ദ്രമന്ത്രി JP നദ്ദ ഇൻസെന്റീവ് കൂട്ടുന്ന കാര്യം പരിഗണിക്കുമെന്ന് പറഞ്ഞതായി വ്യാഖ്യാനിച്ച് ആഘോഷിച്ചവരും. ഇവരെല്ലാം എവിടെയാണ്? സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ ചെയ്തതൊന്നും രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാരുകൾ ഇതുവരെ ചെയ്തിട്ടില്ല. അക്കാര്യം മിണ്ടാത്ത സമരക്കാർ. അവരും ഈ കോൺഗ്രസിൻ്റെയും BJPയുടെയും ബിനാമി അളിയന്മാരാണ്.